അത് ചീഫ് സെക്രട്ടറി ഏത് സാഹചര്യത്തിൽ ഇറക്കിയെന്ന് എനിക്കറിയില്ല. അപ്പം അത്തരം ധൃതി പിടിച്ചിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ്റിനോട് സംസാരിക്കും. ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഗവൺമെൻറ്റാണ്, നമ്മുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പാകപ്പിഴയുണ്ടായാൽ അത് സർക്കാരിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശ്രമം. അതുകൊണ്ട് അത് പരസ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. അല്ല, നടപടി സ്വീകരിച്ചില്ല. എഫ്ഐആർ ഇട്ടില്ലേ? അത് അല്ല, എനിക്ക് ഒന്നും നടപടി എടുക്കാൻ ഒരു എഫ്ഐആർ ഇടുക എന്ന് പറഞ്ഞാൽ പരിശോധന ആൾക്കാരുള്ളതാണ്. ഇത് അവർക്ക് RSSനൊക്കെ തന്നെ വിചാരം എന്ന് വെച്ചാൽ അവർ ഈ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഭരിക്കുന്നവരാണെന്നാണ്, എന്നും പറയാനാണ്. അത്തരം ആളുകളെ ഇപ്പം നിയന്ത്രിക്കാൻ കേരള പോലീസിന് കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, അതൊക്കെ നോക്കാനൊരു സർക്കാരുണ്ട് ഇവിടെ തന്നെ. ഏത് ഉദ്യോഗസ്ഥനായാലും അത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും പാകപ്പഴുണ്ടെങ്കിൽ അത് നോക്കാനൊരു സർക്കാർ ഇവിടെ ഉണ്ട്. ഇത് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്നലെ പിണറായി വിജയൻ്റെ പ്രസ്താവന കേട്ടു. ഗവർണറുടെ മുമ്പിൽ പോയിരുന്ന് എല്ലാ ദിവസവും രാവിലെ കവാത്ത് മറന്നുകൊണ്ട് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയും എല്ലാം അംഗീകരിക്കുകയും ചെയ്ത പിണറായിക്ക് ഇത് പറയാൻ എന്താ അധികാരമുള്ളത്? ഞങ്ങളേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പ്രയാസപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഗവൺമെൻറ്റുണ്ട്. ഗവൺമെൻറ് പരിശോധിക്കും. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പത്രക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ വികാരങ്ങൾ അത് കൃത്യമായും പാർട്ടിയുടെ സമീപനം. അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നാസയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി ആരോടെങ്കിലും രഹസ്യം സംസാരിച്ചാൽ പോലും അത് കണ്ടുപിടിക്കാനുള്ള അവസ്ഥ ഒരു പരീക്ഷ നടക്കുക. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാം. ഇത് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഒരാൾ കുറെ കഴിഞ്ഞ് ഗവേഷണം വിജയിച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് എന്റെ വാക്കുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഞാൻ ആസിഫ് അലിയോട് രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ കഴിയുന്ന ടെക്നോളജി ലോകത്ത് ഇന്ന് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി എത്രമാത്രം ലോകത്തൊരു രഹസ്യവുമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. മാത്രമല്ല, ശാസ്ത്രത്തിന്റെ പുരോഗതി എത്ര വലുതാണ്. ചന്ദ്രനിൽ മനുഷ്യരെ താമസിക്കാൻ പറ്റില്ല. കാരണം 15 ദിവസം പകലാണെങ്കിൽ 15 ദിവസം ഇരുട്ടാണ്, അന്തരീക്ഷമില്ല. എന്നാൽ ചൊവ്വയിൽ അന്തരീക്ഷമുണ്ട്. ചൊവ്വയിൽ വെള്ളമുണ്ട്, അന്തരീക്ഷമുണ്ട്. രാവും പകലും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. അപ്പൊ ഇപ്പൊ നാസ നടത്തുന്ന പരീക്ഷണം ചൊവ്വയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ്. ചൊവ്വയിൽ പോയി 6 മാസം അവിടെ താമസിക്കാനുള്ള ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നോട് ISROയുടെ ചെയർമാനായ ISROയുടെ മുൻ ചെയർമാൻ എന്നോട് പറഞ്ഞു, നമ്മളെപ്പോലെ തന്നെ ആളുകൾ താമസിക്കുന്ന ഗ്രഹങ്ങൾ ലോകത്തല്ല ഈ ഭൂമണ്ഡലത്തിലുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഒരു പരിപാടിയിലും കേന്ദ്രത്തിന്റെ പ്രോട്ടോകോളല്ല, ഞങ്ങളുടെ പ്രോട്ടോകോളാണ് ഞങ്ങൾ പാലിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹാർട്ട് ലങ് മെഷീൻ ഒരു മാസമായി കേടായിട്ട് 4 ശസ്ത്രക്രിയ നടക്കേണ്ടിടത്ത് 2 നടക്കുന്നുള്ളൂ. രോഗികൾ ഈ ശസ്ത്രക്രിയ വൈകുന്നത് കൊണ്ട് പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇല്ല, അതൊക്കെ നേരെയാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതിന് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ചില കാര്യങ്ങളിൽ മാത്രം അത് പുതിയ മിഷൻ അവിടെ കൊണ്ട് സ്ഥാപിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മിഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് മെഷീൻ വാങ്ങും. അത് ഏതാണ്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അവിടെ പുതിയതായിട്ട് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സർക്കാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിൽ ബെഡും വെക്കണം, സ്റ്റാഫിനെ വെക്കണം. ആ ജോലി ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മാസം കൊണ്ട് ഔദ്യോഗികമായിട്ട് രോഗികൾക്ക് തുറന്നു കൊടുക്കും.